സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന അലൻ എംസ് എഴുതിയ പുസ്തകത്തിൽ നിന്നും എന്നെ സ്പർശിച്ച കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന അധ്യായത്തിൻ്റെ സന്ദർഭം ഇതാണ്. ഒരു ദിവസം അതിരാവിലെ ഈശോ ഉണർന്ന് ഒരു ചെറിയ നടത്തത്തിന് ഇറങ്ങുക. അപ്പോൾ ഈ ചെറിയ നടത്തത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും പത്രോസ്ലീഹ വരുന്നു. അപ്പോൾ ഈശോ പത്രോസ്ലീഹയോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഉണർത്തിയോ സ്നേഹിത? അപ്പോൾ പത്രോസ്ലീഹ മറുപടി പറയുന്നു, ഇല്ല കർത്താവേ, അങ്ങ് നടക്കുവാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ കൂടെ വരാമെന്ന് കരുതി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. അപ്പം ഈശോ നടക്കാൻ ഇറങ്ങിയപ്പോൾ പത്രോസ്ലീഹ കൂടെ വരുന്നു. അവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുക. അപ്പോൾ ഈശോ പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം. പത്രോസേ, നീ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് സന്തോഷമാണ്, നിൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നതും എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഈശോ പറയുവാണ്, പത്രോസേ, നീ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് സന്തോഷമാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുക. അതിനുശേഷം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പിന്നെ ഈശോയുടെ അനുഭവങ്ങൾ എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ. അപ്പോൾ അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം എന്നിൽ നിറയുന്നത് ഞാൻ അനുഭവിച്ചു. പരിശുദ്ധാത്മാവിനെ ഞാൻ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കെ എൻ്റെ അസ്തിത്വം ആനന്ദത്താൽ തുടിച്ചു. അപ്പം അതായത് ഈശോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ത്രിത്വത്തിൽ അവരുടെ സ്നേഹത്തിൽ ഒന്നായിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഈശോയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായത്. ഇനി അതിനുശേഷം ഈശോ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ഭയഭക്തിയാൽ ഭൂമിയിൽ സാഷ്ടാംഗം നമസ്കരിച്ച് കിടക്കുന്ന പത്രോസിനെയാണ്. അപ്പോൾ ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ്, എൻ്റെ സ്നേഹിത, നിനക്ക് എന്ത് പറ്റി? മറുപടി എന്തെന്നറിഞ്ഞിട്ടും ഞാൻ ചോദിച്ചു. അപ്പോൾ പത്രോസിന് എന്താ പറ്റിയെന്ന് ഈശോയ്ക്ക് അറിയാം. എന്നിട്ട് ഈശോ ചോദിക്കുകയാണ്, എൻ്റെ സ്നേഹിത, നിനക്ക് എന്ത് പറ്റി? അപ്പോൾ പത്രോസ് പറയുന്ന മറുപടി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, 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 ഞാൻ എനിക്ക് വാക്കുകൾക്കായി പരതി അവൻ്റെ നാവിടറി. അപ്പോൾ ഈശോ പറയുവാണ്, പറയൂ പത്രോസ്. കുനിഞ്ഞ് അവനെ എഴുന്നേറ്റ് നിൽക്കുവാൻ സഹായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു. പത്രോസ് വിറയാർന്ന സ്വരത്തിൽ മറുപടി പറഞ്ഞു, കർത്താവെ, അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പ്രാർത്ഥനയിലായിരുന്നപ്പോൾ അങ്ങിൽ നിന്നും പ്രകാശം വമിക്കുവാൻ തുടങ്ങി. പിന്നെ എനിക്ക് അങ്ങയിലൂടെ കാണുവാനായി. ഞാൻ നോക്കുമ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ ഒരു വെൺപ്രാവ്, പിന്നെ വയോധികനായ രാജാവിനെപ്പോലിരിക്കുന്ന ഒരാൾ അങ്ങയെ കരങ്ങളാൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ചുറ്റും മാലാഖമാർ അത്യുന്നതങ്ങളിൽ ഓശാന എന്ന് പാടുന്നു. വീണ്ടും പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞാൻ അങ്ങയെ നോക്കിയപ്പോൾ അങ്ങും പ്രാവും വയോധികനായ മനുഷ്യനും ഒന്നായി കാണപ്പെട്ടു. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു. അപ്പം പത്രോസിനുണ്ടായ ദർശനം കുറച്ചും കൂടെ ഒക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈശോയുടെ ലാസ്റ്റ് പത്രോസ് പറയുവാണ്, കർത്താവെ, ഇതൊരു വിസ്മയമാണ്. പക്ഷേ ഇത് എങ്ങനെ വിശദീകരിക്കണമെന്നോ എന്തെങ്കിലും എനിക്ക് വിശദീകരിക്കുവാൻ സാധിക്കുമെന്നോ അറിയില്ല. അപ്പോൾ ഇവിടെ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നായിട്ടിരിക്കുമായിരുന്നു ഈശോ. അതേ ദർശനം തന്നെയാണ് പത്രോസിന് ലഭിക്കുന്നത്. പത്രോസ് ദർശനത്തിൽ കാണുന്നത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ത്രിത്വത്തിൻ്റെ സ്നേഹമാണ് കാണുന്നത്. അപ്പോൾ പത്രോസ് ഈശോയോട് പറയുന്നുണ്ട്, ഇതൊരു വിസ്മയമാണ്, ഇത് എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിയത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന മറുപടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈശോ പറയുവാണ്, അതിൻ്റെ ആവശ്യമില്ല പത്രോസേ, ഇത് നിനക്കുള്ളതായിരുന്നു. ആളുകളോട് പറയുവാൻ ഒരുപാട് അടയാളങ്ങളുണ്ടാകും, എന്നാൽ ഇതു നിൻ്റേതായി സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് സംശയത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ഭയത്തിൻ്റെയും സമയങ്ങളിൽ ഇത് ഓർമ്മിക്കണം. അപ്പോൾ അത് നിന്നെ ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാൻ സഹായിക്കും. ഞാൻ സൗമ്യമായി പറഞ്ഞു. ഇതാണ് ഈശോ പത്രോസിന് കൊടുത്ത മറുപടി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കും ദർശനങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ പലരോട് പറഞ്ഞാലും അവർ അത് അംഗീകരിക്കണമെന്നോ വിശ്വസിക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ പോലുമില്ല. പിന്നെ എന്തിനാണ് നമുക്ക് അടയാളങ്ങൾ നൽകപ്പെടുന്നത്? നമ്മൾക്ക് വ്യക്തിപരമായിട്ട് അടയാളങ്ങളോ ദർശനങ്ങളോ ഒക്കെ നൽകപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ മറുപടി വ്യക്തമായിട്ട് ഈശോയോട് പറയുന്നുണ്ട്. ഇത് നമ്മുടേതായി സൂക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് സംശയത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ഭയത്തിൻ്റെയും ഒക്കെ സമയങ്ങളിൽ നമ്മൾ ഇത് ഓർക്കുകയും
അപ്പം അത് നമ്മളെ നമ്മളുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമുക്ക് വ്യക്തിപരമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നൽകപ്പെടുന്നത്. അത് നമ്മൾ പറഞ്ഞു നടന്നാൽ ചിലപ്പോൾ കേൾക്കുന്നവരത് അംഗീകരിക്കുമോ വിശ്വസിക്കണമോ എന്ന് പോലുമില്ല. അത് നമ്മളുടേതായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതാണ് പത്രോസിനോട് പറഞ്ഞത്. പത്രോസിൻ്റെ ദർശനം പത്രോസിന് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് വിശദീകരിക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ ഈശോ പറയുന്നുണ്ട് അത് നിൻ്റേതായി സൂക്ഷിച്ചുകൊള്ളുക എന്ന്. അപ്പം മറ്റൊരു അധ്യായത്തിൻ്റെ ഷെയറിങ്ങുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.